അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളയിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചീത്തയാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറച്ച് മണി സേവിങ് ടിപ്സുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മീനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമ്മളത് പിന്നീട് കറി വെക്കാനും വറുക്കാനൊക്കെ എടുത്താലും രുചി വ്യത്യാസം നല്ല പോലെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മീൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കിയ ശേഷം പാത്രം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീൻ മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ 2 പാത്രത്തിലും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കറി വെക്കുന്ന സമയത്ത് ഒട്ടും തന്നെ രുചി വ്യത്യാസം ഉണ്ടാവില്ല. ക്ലീൻ ചെയ്യാത്ത മീനും ഇതേപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് ഇതുപോലൊരു സ്റ്റീലിൻ്റെ സ്പൂൺ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വിസിലടിക്കുന്ന സമയത്ത് കുക്കറിലും അതുപോലെ തന്നെ ഈ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ കഞ്ഞിവെള്ളം ഒലിച്ചിറങ്ങുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. മുട്ടക്കറിയൊക്കെ വെക്കാനായി നമ്മൾ കുക്കറിൽ മുട്ട പുഴുങ്ങിയെടുക്കാറുണ്ട്. അങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഈ കുക്കറിൽ കറ വീഴാറുണ്ട്. കറുത്ത പാട് ഈ വെള്ളം വെച്ച അത്രയും ഭാഗത്ത് കറുപ്പ് വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു നാരങ്ങയുടെ തൊലി ഇട്ട് കൊടുത്താൽ മതി. നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത ശേഷമുള്ള തോട് ഇതുപോലെ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നാരങ്ങാത്തോടില്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്താലും മതി. ഒറ്റ വിസിലിൽ മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറിൽ ഒട്ടും തന്നെ കറയില്ലാതെ നമുക്ക് മുട്ട വേവിച്ചെടുക്കാനും പറ്റും. ഇനി അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ പഴമൊക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കറുത്ത് പോവാറുണ്ട്. അപ്പോൾ ഏത് പഴമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഈ ഞെട്ട് ഭാഗത്ത് ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും പെട്ടെന്ന് തന്നെ കറുത്ത് പോകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പ്, നമ്മൾ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുള വരുന്നതും അതുപോലെ പച്ചനിറം വരുന്നതും ഒഴിവാക്കാനായിട്ട് പറ്റും. ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ടിപ്പാണ് ഇനി അടുത്തത്. ചക്കക്കുരു ഞാൻ കഴുകി ഒന്ന് ഉണക്കിയെടുത്ത ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 2 ആഴ്ചയോളം ആയിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അടുത്തൊരു ലെയർ കുറച്ചും കൂടി ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിന്ന് 1-2 പ്രാവശ്യം എടുത്ത് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ എടുത്തു വെക്കുമ്പം ഇതിൻ്റെ മുകളിൽ ഈർപ്പം ഉണ്ടാവും. അപ്പോൾ ആ ഈർപ്പമൊക്കെ നല്ലപോലെ തുടച്ചതിന് ശേഷം വേണം വീണ്ടും പേപ്പർ വെച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളിത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് ചക്കക്കുരു സൂക്ഷിക്കാനായിട്ട്. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രീസർ ചെറുതായതുകൊണ്ടാണ് ഞാൻ കവറിലാക്കിയിട്ടുള്ളത്. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതിനൊരു കേടും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ടതിന് ശേഷം കറി വെച്ചാൽ മതി. തോരനാണെങ്കിൽ അതും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ചക്ക എങ്ങനെയാണ് കുറേ ദിവസം കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചക്കയൊക്കെ നമ്മൾ കിട്ടിയ ഉടനെ തന്നെ കറി വെച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് പുളിച്ചു പോവും. അതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു വഴുവഴുപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതെ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ശേഷം അതിൽ വെള്ളം നനവ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളത് നല്ലൊരു കവറിനകത്ത് കെട്ടി ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട്. ഒരു കേടും ഇതുവരെയും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റും. പക്ഷേ വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ കവറിൽ നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കാവുന്നതാണ്. ഇനി സിബ്ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതിലകത്താക്കി വെച്ചാൽ മതി. 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. അതുപോലെ തന്നെ മുരിങ്ങാക്കായും ചില സീസൺ സമയത്താണ് നമുക്ക് കൂടുതലും കിട്ടാറുള്ളത്. അങ്ങനെ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം.
ആവശ്യമുള്ള സമയത്ത് എടുത്ത് കറി വെക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്ക് നമ്മൾ തുറന്ന് ആവശ്യത്തിന് കറികളിൽ ഇടാനൊക്കെ എടുക്കുന്ന സമയത്ത് ഈ അടപ്പിൽ ഉണ്ടാവുന്ന ഈർപ്പൊക്കെ നല്ല പോലെ തുടച്ച് കളഞ്ഞ ശേഷം വേണം വീണ്ടും അടച്ചു വെക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല പോലെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ മുകളിൽ വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക. അടുത്തൊരു ടിപ്പ്, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പായസം വെക്കാനോ മറ്റോ ഒക്കെ വാങ്ങി വെച്ചിട്ടുള്ള കടലപ്പരിപ്പും അതുപോലെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയിട്ടുള്ള എള്ളു പോലെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരും. പിന്നീട് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഒരു പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കുറേ നാളത് വെറുതെ വെക്കുന്ന സമയത്ത് അതിൽ പൂപ്പലും അതുപോലെ ജീവികളൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിലോ കണ്ടെയ്നറിലോ ഒക്കെ ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എള്ളിലൊക്കെ 1-2 ഗ്രാമ്പും കൂടി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കും. പിന്നെ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരില്ല. പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് ചീത്തയാവുന്നതുമാണ് മല്ലിയിലയും പുതിന. അത് രണ്ടും ഒരു കോട്ടൺ തുണിയാണ് നല്ല പോലെ അതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ മല്ലിയില വെച്ചിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മല്ലിയില വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ മല്ലിയിലയും പുതിനയിലയും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഏറ്റവും മുകളിലായിട്ട് നല്ലതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടപ്പിലുണ്ടാകുന്ന ഈർപ്പൊക്കെ നല്ലപോലെ തുടച്ചതിന് ശേഷം മാത്രം വീണ്ടും അടച്ചു വെക്കുക. അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിയിലയും പുതിനയിലയും നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞു അടുക്കള നുറുങ്ങുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.